നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് സ്ലിറ്റുള്ള ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. മുകളിൽ ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ടോട്ടൽ 14 വരുന്നത്. ഇപ്പോൾ 7 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി എടുക്കുന്ന ഒരു 6 ഇഞ്ചാണ്. ആ ഒരു 6 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് വരുന്നത് 9.5 ആണ് കേട്ടോ. 9.5. പിന്നെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷെയ്പ്പ് നോക്കാം. ഷെയ്പ്പ് ഒരു 11.5 അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 11.5 അവിടെ നമ്മൊരു 8.5 കേട്ടോ എടുക്കുന്നത്. 9.5, 10.5 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓപ്പൺ ഇറക്കം ഞാനിപ്പോൾ ഇവിടെ 19.5 എടുക്കുന്നത്. 19 മതി. ഒരു 1/2 ഇഞ്ച് അധികം വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴത്തേക്ക് വരും. ഒരു 19.5 എടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ നമ്മൾ ഷേപ്പ് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 10 കേട്ടോ. ഇവിടെ എടുക്കുന്ന 10 അതിനൊന്നിച്ച് 1 ഇഞ്ച് മാത്രമേ നമ്മൾ കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. 10ൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച്, 2 ഇഞ്ച് കൂട്ടിക്കൂടെ നമുക്കിവിടെ മടക്കി അടിക്കാണ്ട് 1 ഇഞ്ച് മാത്രമേ ഗ്യാപ്പ് പാടൂ. 1 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് ഇവിടം വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് ഞാൻ താഴ്വശത്തേക്ക് എടുത്തിട്ടുണ്ട്. താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച് അധികം. ഇവിടെ നമ്മൾ 10 എടുത്തെങ്കിൽ ഇവിടെ 10.5. പിന്നെ അതിനൊന്നിച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് 11.5 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്കൊന്ന് കുഴിച്ച് വരക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മുടെ കഴുത്തകലം എത്രയാണെന്ന് നോക്കാം. 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കഴുത്തകലം ഇറക്കം, ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഇറക്കം ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് താഴത്തേക്ക് ഒരു 4 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 4 ഇഞ്ച് നമുക്ക് ഒന്നിങ്ങനെ ഷോൾഡർ ഒന്നിങ്ങനെ ചെരിച്ച് താഴത്തേക്ക് ഇങ്ങനെ വരക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമ്മളിത് നോക്കുക. സെൻറ്റർ 3 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. 3 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ കൈക്കുഴിക്ക് 1 ഇഞ്ച് മുകളിൽ കൊടുക്കുക. ബാക്ക് കൈക്കുഴി നമുക്കിത് ഇങ്ങനെ വരച്ചെടുക്കുക. ഫ്രണ്ടിലത്തെ കൈക്കുഴി നമ്മൾ ഇവിടുന്ന് ഈ ഒരു 1/2 ഇഞ്ചിലേ കൂടി വന്നിട്ട് ഈ ഒരു ഇഞ്ചിലേ കൂടി വേണം ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ബാക്ക് കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് വശത്തേ കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഫ്രണ്ട് നെക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ തെർമോക്കോളിൽ ഈ ബോൾസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അതൊന്നുമില്ല, ഞാൻ ബോൾസ് എടുക്കുക, മെറ്റീരിയൽ എടുക്കുക, ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അടിയിൽ ജസ്റ്റ് നൂലോട് ഇങ്ങനെ ചുറ്റിയിട്ട് കെട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷേ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വെച്ചെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് എങ്ങനെ അടിക്കുന്നതെന്നുള്ളത്. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ നെക്കും അതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ നെക്കും കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പീസിൻ്റെ അറ്റം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെക്കിൻ്റെത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലേ കൂടി ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് അതുപോലെ വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് തന്നെ പതിച്ചടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ മീത്ത് വെച്ച് ഇതിലേ കൂടി പതിച്ചടിക്കാം. അതിന് മുന്നേ ഇതുപോലെ എക്സ്ട്രാ നല്ലോണം ബാലൻസ് വരുന്നതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഒരുപാടാവുന്ന സമയത്ത് നെക്കിൻ്റെ അടുത്ത് ഭയങ്കര തടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലോണം ഉള്ളതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ
കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കത് പതിച്ചടിക്കാം. പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ നല്ല വശത്ത് കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ ബാക്ക് വശം എന്താ ഈ ലൈനിങ്ങോട്, അതായത് ഈ നമ്മൾ പീസ് വെച്ചില്ല, അത് ലൈനിങ്ങോട് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെക്കുന്ന കണക്ക് തന്നെയാണ് വെച്ചിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ബാക്ക് വശത്തിൻ്റെത് ഇതുപോലെ പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം ബാക്ക് വശത്തിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഫ്രണ്ടത്തെ ഈ ലൈനിങ്ങും നല്ല തുണി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഷോൾഡർ ഒന്നിങ്ങനെ ജസ്റ്റ് ഇത് 2 തുണി വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മുടെ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 14 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അതിനൊന്നിച്ച് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് ഒരു 15.5 ഇഞ്ച് ഇറക്കം വേണം കേട്ടോ. അതിപ്പോൾ 2 സൈഡിൽ നിന്ന് ഒരുപോലെ എടുക്കുക. ഇവിടത്തേക്ക് 15.5 മാർക്ക് ചെയ്യാം. അതുപോലെ അപ്പുറം ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സ്കെയിൽ ഉപയോഗിച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് അളവ് എത്ര നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേ അളവ് തന്നെയാണ് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. 9.5 മാർക്ക് ചെയ്ത് ആ ഒരു 9.5 തന്നെ ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. ഇനി അവിടുന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടത്തേക്ക് ഒരു ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ നോക്കുക, 10.5 ഉണ്ട്. ഏകദേശം ഒരു 5.25 അടുത്ത് വരും. ഇവിടുന്ന് ഇവിടത്തേക്ക് 4.5 പകുതി 2.25, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്കിതാ ഇതുപോലെ ഈ ഒരു 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി കുറച്ചിങ്ങനെ കുഴിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. താഴ്വശത്ത് നമുക്ക് വീതി നോക്കാം. ഞാനൊരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും. എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്കൊരു ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ചും കൂടി കുഴിച്ച് മുറിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മൾ മടക്കി അടിച്ച ഭാഗം ഇതിപ്പോൾ ഇങ്ങനെ വരേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ഫ്രണ്ടിലേക്കുള്ളത്. ഫ്രണ്ടിലേക്കുള്ള കുറച്ച് കുഴിച്ച് മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നിതാ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ഇവിടെ നിന്ന് കുഴിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് ഇങ്ങനെ കുഴിച്ചാൽ മതി. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇങ്ങോളം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സൈഡ് മാത്രം കുറച്ച് ഇത്ര പോലെ മാത്രം ഒന്നിങ്ങനെ കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ സെൻറ്റർ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെൻറ്ററിൽ നിന്നാണ് അടിച്ച് തുടങ്ങുന്നത്. സെൻറ്ററിൽ നിന്ന് ആദ്യം നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നവരുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം
ചെയ്യുന്നത് ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിക്ക് ആക്കിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ബാക്കിലോട്ട് വന്നിട്ട് ഈ ഒരു സൈഡും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കൈയൊക്കെ കൂട്ടി പിന്നെ ഈ സൈഡൊക്കെ ഇത് 2 സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്ലിറ്റ്, നമ്മൾ സാധാരണ സൈഡ് സ്ലിറ്റ് ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. സാധാരണ നമ്മൾ താഴ്വശത്ത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെയല്ല ചെയ്യുന്നത്, വേറെ രീതിക്കാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ അടിവശം ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പിലല്ലേ ഇവിടുന്ന്, ആ 1 ഇഞ്ച് നമ്മൾ താഴോളം അടിച്ചെടുക്കുക. നമുക്ക് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. എൻ്റെ മെഷീനിൽ ആ സ്റ്റിച്ചിൻ്റെ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ താഴോളം ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ ഈ സ്റ്റിച്ച് നിർത്തിയില്ലേ, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ ലൈനിങ് തുണിയും അതുപോലെ മെയിൻ ക്ലോത്തും എല്ലാം ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 1 ഇഞ്ച് വരുന്ന രീതിക്ക് താഴോളം ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ 2 സൈഡും അടിക്കാൻ പാടില്ല, ആദ്യം 1 സൈഡ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 1 സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ നിവർത്തി കൊടുക്കട്ടെ. ഈ കരവശം ഞാൻ മുറിച്ച് കളയാത്ത വെച്ചാൽ മടക്കി അടിക്കാൻ 2 മടക്ക് മടക്കണം, അന്നേരം അടിക്കാൻ വിചാരിച്ചാണ് കേട്ടോ. തുണി കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് ഇനി നമ്മൾ സാധാരണ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ഫുള്ള് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ആദ്യം ഒരു മടക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷം ആദ്യം ഇതുപോലെ ഒരു മടക്ക്, അങ്ങനെയാണ് വേണ്ടത്. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടിക്കുന്ന സമയത്ത് മറ്റു തുണി ഇതുപോലെ നിങ്ങൾ നീക്കി കൊടുക്കണം കേട്ടോ.
ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ച് അടിച്ചെടുക്കാൻ കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ. നമ്മ എവിടം വരെയാണോ ഇവിടെയൊക്കെ അല്ലേ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തേ, അതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് കുറച്ച് മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് തുടങ്ങിയെടുത്ത് എത്തിയിട്ട് അത് ഇവിടെയാണ് നമ്മുടെ ആ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ലോക്ക് ഇട്ട് വെച്ചില്ലേ, അത് ഇവിടെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുവരെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് നമുക്ക് നേരെ ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് ഇവിടെയും അതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് അങ്ങനെ നമ്മൾ തിരിക്കുന്നത്, സ്ലിറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ തിരിച്ചെടുക്കില്ല, അതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി 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 നമുക്ക് താലോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്നിങ്ങനെ വലിച്ചു വലിച്ച് കൊടുക്കണം. ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ തുണി കുടുങ്ങി വരും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടൽ. നല്ല വൃത്തിക്ക് തന്നെ 2 വശവും നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നമുക്ക് നൂല് പൊട്ടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. അല്ലാത്തവരാണ് ഇതുപോലെ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് ഇടാൻ പറഞ്ഞിട്ട് ആ സ്റ്റിച്ച് ഇങ്ങനെ വരും. അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോയാൽ മതി. ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് ഇളകും. അല്ലാതെ നമ്മുടെ കയ്യിൽ നൂല് പൊട്ടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അറിയില്ല, ചെറിയൊരു സാധനം വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സിസർ വെച്ചിട്ടുള്ളത് കാണിച്ചു തരുന്നത് കേട്ടോ.
ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ നൂലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വൺ സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല നീറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അറ്റം ഇതുപോലെ ആയിരിക്കും വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ, അതുപോലെ ഇങ്ങനെ കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ആരും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റത്തെ കൂടി ചിലർ അടിച്ച് കൊടുക്കാറുണ്ട്. ഈ ഒരു അറ്റത്തെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മതി. ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ആയിരിക്കട്ടെ വല്ല ഉൾവശം നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. മറ്റേതുപോലെയല്ല, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തോ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്